ബർത്ത് മന്ത് വെച്ചിട്ട് ഏത് ബെഡ് കിട്ടുന്നേ നോക്കാം. ജനുവരി സ്കിറ്റിൽസ് ബെഡാണ്. ഇത് തിന്നോണ്ട് തന്നെ കിടക്കാം. ഷുഗർ ഒന്നും ചാവുന്നില്ല, ലിഡിന് മുന്നേ പോവുകയും ചെയ്തു. അടുത്തത് ഫെബ്രുവരിന്റെ ഫോയിൽ ബെഡാണ്. ഫോയിൽ ബെഡിൽ എങ്ങനെ കിടക്കില്ലെന്ന് അറിയില്ല, ഫുള്ള് ചളുകുള്ള സൗണ്ട് ആയിരിക്കും, കിടന്നുറങ്ങാൻ പറ്റില്ല, കീറി പോവും. അടുത്തത് മാർച്ചിന്റെ ഹണി ബെഡാണ്. ഇതും പുഴ പോലെ ഇരിക്കും, എന്നാലും വലിയ പ്രശ്നമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുക. അടുത്തത് ഏപ്രിലിലത് ബലൂൺ ബെഡാണ്. ബലൂൺ ബെഡിൽ എങ്ങനെ കിടക്കാറില്ല, ഫുള്ള് പൊട്ടി പൊട്ടി പോവും, കിടക്കാൻ പറ്റൂല. നെക്സ്റ്റ് മെയ് റിച്ച് ബെഡാണ്. പൈസന്റെ മുകളിൽ കിടക്കുന്ന കേട്ടിട്ടുണ്ട്. അടുത്തത് ജൂൺ ബെഡ് സാൻഡ്വിച്ച് ആണ്. ഇതും തിന്നോണ്ട് തന്നെ കിടന്നുറങ്ങാൻ പറ്റില്ല, തിന്നാലും മാത്രമേ ഉണ്ടാവും. ഓക്കെ, അടുത്തത് ജൂലൈ ബെഡ് സ്പൈഡർ ബെഡാണ്. സ്പൈഡർ മൂക്കിൽ മരുന്ന് ഇനി പറയും ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് പറ്റില്ല. അടുത്തത് ഓഗസ്റ്റ് നൂഡിൽസ് ബെഡ്. ഇതിലെങ്ങനെ കിടക്കലാറില്ല, ഫുള്ള് ചൂടാണ്. ഓക്കെ, അടുത്ത സെപ്റ്റംബർ വലിയ പ്രശ്നമില്ല, ഗ്രാസ് ബെഡാണ്, വലിയ പ്രശ്നമില്ല, ഓക്കെ കുഴപ്പമില്ല. അടുത്തത് ഒക്ടോബർ ബെഡ്, ഇടിവിട്ട് സാധനം മറിഞ്ഞ് വീഴും, ഇടിമുട്ടി മരിക്കും ചെയ്യും, ചാൻസ് ഉണ്ടാകുന്നത് അത് വേണ്ട. അടുത്ത നവംബർ ബെഡ് ജെല്ലി ബെഡാണ്. ഓക്കെ, വലിയ പ്രശ്നമില്ല, ഓക്കെ ജെല്ലി പോലെ ഇരിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. അടുത്ത ഡിസംബർ ബെഡ് സ്റ്റോൺ ബെഡോ. സ്റ്റോൺ ബെഡിൽ എങ്ങനെ കിടക്കല്, സ്റ്റോൺ കൊണ്ട് എങ്ങനെ പുതക്കല്, എന്താ കേസ്. അപ്പൊ നിങ്ങളത് ഏതാണെന്ന് കമന്റ് ചെയ്യും.